മലപ്പുറം നിലമ്പൂരിൽ മോഡിഫിക്കേഷൻ നടത്തിയ വാഹനം പിടികൂടി. തീ തുപ്പുന്ന വാഹനമാണ് പോലീസ് പിടികൂടിയത്. മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വാഹനം പിടിച്ചെടുത്തത്. ഇന്നലെ രാത്രിയായിരുന്നു MVDയുടെ പരിശോധന. വണ്ടിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കാനാണ് MVDയുടെ തീരുമാനം. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം അപകടകരമായിട്ടുള്ള രീതിയിലാണ് ഈ വാഹനത്തിൽ മോഡിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തീ ഉയരുന്ന രീതിയിലേക്ക്. ഇതാരാണ് ഇത് ചെയ്തത്? എന്താണ് MVDയുടെ നടപടി? സ്വാമി, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും രാത്രി പലയിടങ്ങളിലും മിന്നൽ പരിശോധന നടക്കുന്നുണ്ട്. അതായത് വാഹനങ്ങളിലെ മോഡിഫിക്കേഷൻ, നിയന്ത്രിതമല്ലാത്ത പ്രകാശം നൽകുന്ന ലൈറ്റ് സംവിധാനങ്ങൾ തുടങ്ങി അനുവദിക്കാത്ത മോഡിഫിക്കേഷൻസ് വാഹനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഈ മിന്നൽ പരിശോധന നടത്തുന്നത്. അങ്ങനെ കണ്ണൂർ റോഡിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു തീ തുപ്പുന്ന കാറ് കണ്ടെത്തിയത്. 4 വിദ്യാർത്ഥികളായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അവർക്ക് ലൈസൻസ് ഉണ്ട്. പക്ഷേ ഈ വാഹനം അതിൻ്റെ ഉടമ ഇപ്പോൾ വിദേശത്താണുള്ളത്. ഇയാളുടെ അനിയൻ്റെ സുഹൃത്തുക്കളാണ് ഈ കുട്ടികൾ. അപ്പോൾ ഈ വാഹനത്തിലുള്ള മോഡിഫിക്കേഷൻ എവിടെ നിന്ന് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ 2 സ്വിച്ചുകളുണ്ട്. അതിൽ ഒരു സ്വിച്ചിൽ ഞെക്കിയാലാണ് ഈ തീയും ശബ്ദവും ഒക്കെ വരിക എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് അനധികൃതമായി നിർമ്മിച്ചതാണ്. ഇത് എവിടെ നിർമ്മിച്ചു എന്നറിയണമെങ്കിൽ ആദ്യം ഈ വാഹനത്തിൻ്റെ ഉടമയെ കൃത്യമായി ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം വിദേശത്താണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കുക, അദ്ദേഹത്തോട് ഈ വിവരങ്ങൾ നേടുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഈ കുട്ടികളുടെ സുഹൃത്ത്. അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടി മേഖല കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ അന്വേഷണം കുറെ കൂടി, പോലീസിൻ്റെ കൂടി സഹായത്തോടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ അന്വേഷണം കുറെ കൂടി ഊർജിതമായി നടക്കുന്നുണ്ട്. കാരണം കൊണ്ടോട്ടി മേഖല എന്ന് വെച്ചാൽ നമുക്കറിയാം, അതിവിടെ ആൾട്രേഷൻ വാഹനങ്ങളുടെയും അതേപോലെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെയൊക്കെ വലിയൊരു വിപണിയുള്ള മേഖലയാണ് കൊണ്ടോട്ടി പരിസരം. അപ്പോൾ അങ്ങനെ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് കുറെ കൂടി വ്യാപകമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം. നിലവിൽ ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള ആലോചനയാണ്. അതിനു മുന്നേ ഈ വാഹനത്തിൻ്റെ ഉടമയെ കൃത്യമായി കണ്ടെത്തി അയാൾക്ക് പറയാനുള്ളത് കേൾക്കും. ഒപ്പം ഈ വാഹനം ഓടിച്ചവർക്ക് ലൈസൻസ് ഉള്ളതുകൊണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഈ മോഡിഫിക്കേഷനൊക്കെ വലിയ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ തീ തുപ്പുന്ന വാഹനങ്ങൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇത്തരം അനുവാദമില്ലാത്ത മോഡിഫിക്കേഷൻസിനെതിരെ ശക്തമായ നടപടി ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മിന്നൽ പരിശോധനകൾ എല്ലായിടത്തും പല സമയങ്ങളായിട്ട് നടത്തുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അനുമോദ്, ഒരു കാര്യം കൂടി, ഇത്തരത്തിലുള്ള തീ തുപ്പുന്ന മോഡിഫിക്കേഷൻ വരുത്തിയ അപകടകരമായിട്ടുള്ള നിലയിൽ നിരത്തിലിറക്കുന്ന വാഹനങ്ങൾ നിരവധിയാണ്. നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചില മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ, അന്ന് ഇലക്ഷന് മുൻപായിട്ട് മോഡിഫിക്കേഷൻ നടത്താൻ അപകടകരമായിട്ടുള്ള അല്ലാത്ത നിലയിലേക്ക് മോഡിഫിക്കേഷൻ നടത്താനൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നു. പിന്നീട് അതിന് മലക്കമറിയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം മോഡിഫിക്കേഷനെതിരെ കടുത്ത നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടതല്ലേ? കാരണം ഇത് ആവർത്തിച്ചു വരികയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. ബൈക്കിൽ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള നിലയിലേക്ക് ഈ മോഡിഫിക്കേഷനൊക്കെ നടത്തി യുവാക്കൾ നിരത്തിലിറങ്ങുന്നതൊക്കെ പതിവാകുന്ന ഒരു കാഴ്ച തന്നെയല്ലേ? സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിയമങ്ങൾ ഇത്തരം മോഡിഫിക്കേഷനെതിരാണ് എന്നുള്ളതാണ് വസ്തുത. നിലവിൽ എന്തെല്ലാം ചെയ്യാമെന്ന കാര്യത്തിൽ സംസ്ഥാനത്തിലെ മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു അനുവദനീയമായ കാര്യങ്ങൾ എന്തെല്ലാം ഒരു 16 എണ്ണത്തിൻ്റെ ഒരു പട്ടിക അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഈ വാഹനത്തിൻ്റെ രൂപത്തിനോ വാഹനത്തിൻ്റെ നിർമ്മാതാക്കൾ പുറത്തിറക്കുമ്പോഴുള്ളതിനോ വലിയ മാറ്റങ്ങൾ വരുത്താതെ നിറത്തിനോ മറ്റ് അഡീഷണലായിട്ട് വെക്കുന്ന സംവിധാനങ്ങൾ വാഹനത്തിൻ്റെ സ്വഭാവത്തിനോ രൂപത്തിനോ മാറ്റം വരുത്താത്ത തരത്തിൽ മാത്രമാണ് അനുവാദമുള്ളത്.
ഈ ശബ്ദം മാറ്റുക, അതേപോലെ തന്നെ തീ തുപ്പുന്ന തരത്തിൽ കാണികളുടെ ശ്രദ്ധ കിട്ടാൻ, ആളുകളെ പേടിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത് മാറ്റുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ നിയമലംഘനമായിട്ട് തന്നെയാണ് അത് കാണുന്നത്. ഏത് തരത്തിലുള്ള മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അന്ന് ചിരിയോടെ പറഞ്ഞെങ്കിലും ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള മോഡിഫിക്കേഷനൊക്കെ സർക്കാർ അനുവദിക്കില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഇത് വലിയ അപകട സാധ്യതയാണ് ഒരുക്കുന്നത്. ഏതൊരു വാഹനവും അതിൻ്റെ ഏറ്റവും മികച്ച കണ്ടീഷനിലായിരിക്കും അതിൻ്റെ നിർമ്മാതാക്കൾ പുറത്തിറക്കുക. അതായത് ആ വാഹനത്തിനൊരു ഭാരമുണ്ട്, അതിൻ്റെ എൻജിൻ പവറും ഈ ഭാരവും അതിൻ്റെ രൂപവും ഒക്കെ ആയിട്ട് പരസ്പരം വലിയ ബന്ധമുള്ളതാണ്. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റായ രീതിയിലായിരിക്കും ഒരു കമ്പനി അതിൻ്റെ വാഹനം പുറത്തിറക്കുക. അതിൽ അഡീഷണലായിട്ട് വരുത്തുന്ന മോഡിഫിക്കേഷനൊക്കെ ഒരുപക്ഷെ അത് ആ വാഹനത്തിന് മാത്രമല്ല, അത് ഉപയോഗിക്കുന്നവർക്കും അതുമായി യാതൊരു ബന്ധവുമില്ലാതെ വഴിയിൽ കൂടെ പോകുന്നവർക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതിൻ്റെ വാഹനത്തിൻ്റെ നിയന്ത്രണം, വാഹനം ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല അത് നിയന്ത്രിക്കാനാവുക. മാത്രമല്ല ഇതിൻ്റെ മലിനീകരണം അതൊക്കെ വലിയ തോതിൽ തന്നെ ഒരുപക്ഷെ ഈ ഒരു കണക്കിലൊന്നും പെടാത്ത രീതിയിലാകും. മാത്രമല്ല ഈ തീ തുപ്പുന്ന തരത്തിലേക്കുള്ള അഡീഷണൽ ആയിട്ടുള്ള സെറ്റിങ്സ് എല്ലാം തന്നെ സ്ഥാപിക്കുമ്പോൾ അതൊക്കെ വലിയ അപകടത്തിലേക്ക് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. കാരണം വാഹനത്തിന് നിർദ്ദേശിച്ചിട്ടുള്ള സേഫ്റ്റി മെഷർമെൻറ്റ്സിനെല്ലാം അപ്പുറത്തായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് ഉപയോഗിക്കുന്നവർക്കും വഴിയിലൂടെ പോകുന്നവർക്കൊക്കെ അപകടം ഉണ്ടാക്കുന്ന സാഹചര്യം ആയതുകൊണ്ടാണ് ഇതിനെ കർശനമായിട്ട് നിയമം മൂലം തന്നെ ഇതിനെ തടഞ്ഞിരിക്കുന്നത്, നിരോധിച്ചിരിക്കുന്നത്. ഇതൊക്കെ മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്നൊക്കെ ഒരു സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരണം നടത്തുമ്പോഴും ആളുകളുടെ ജീവന് ദോഷമാകുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷനും ഒരു സർക്കാരും അനുവദിക്കില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ തീ തുപ്പുന്ന വാഹനങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ആ മോഹം വെച്ച് വീട്ടിലിരിക്കുക തന്നെയായിരിക്കും സുരക്ഷയ്ക്ക് നല്ലത്. കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ കർശന നടപടി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. നന്ദി. ശരി, മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.